കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് നാഗ്പൂരിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. രാവിലെ 9:15 കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അടിയന്തരമായി നാഗ്പൂരിൽ ഇറക്കിയത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, നമ്മൾ അടുത്തിടെയായി ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ നിരന്തരം കേൾക്കുന്നുണ്ട്, വാർത്തകളായി എത്തുന്നുണ്ട്. ഏതായാലും ഹൈദരാബാദ് അപകടത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തെരച്ചിലിൽ നിന്ന് എന്തെങ്കിലും സംശയകരമായ വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ടോ? ഈ ഭീഷണിയുടെ ഉറവിടം എവിടെയെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ലക്ഷ്മി, അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം തുടർച്ചയായിട്ട് സാങ്കേതിക തകരാറുകൾ വിമാനങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ബോംബ് ഭീഷണി. ഇന്നലെയും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു വിമാനത്തിന്. ഇന്ന് രണ്ടാമത്തെ സംഭവമാണ്. ഇന്ന് ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സംഭവമാണ് ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് വിമാനം അടിയന്തരമായി നിലത്തിറക്കുന്നത്. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഇൻഡിഗോയുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഇപ്പോൾ അടിയന്തരമായി നാഗ്പൂരിൽ നിലത്തിറക്കിയിരിക്കുന്നത്. 157 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇമെയിൽ വഴി വിമാനത്താവള അധികൃതർക്ക് ലഭിച്ച സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഭീഷണി സന്ദേശം വരുന്നത്. ബോംബ് ഭീഷണി ഉണ്ട്, വിമാനത്തിൽ ബോംബുണ്ട് എന്ന് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വരുന്നത്. അതിനെ തുടർന്നാണ് അടിയന്തരമായി യാത്രക്കിടയിൽ, അതായത് പറന്നുയർന്ന് 20 മിനിറ്റോളം യാത്ര തുടർന്ന ശേഷമാണ് അടിയന്തരമായി നാഗ്പൂരിൽ വിമാനം. ഇപ്പോൾ നാഗ്പൂരിൽ പരിശോധന നടത്തി കഴിഞ്ഞു. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. 157 യാത്രക്കാരും സുരക്ഷിതരായ വിമാനത്താവളത്തിലുണ്ട്. അവരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും എയർ ഇന്ത്യയുടെ സാങ്കേതിക തകരാറുകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം നിരവധി പരാതികൾ സാങ്കേതിക തകരാറുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ ഇന്ന് ശ്രദ്ധേയമായത് ഹോങ്കോങ്ങിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് നിലത്തിറക്കിയിരുന്നു. സൂറത്തിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര മുടങ്ങിയിരുന്നു. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകേണ്ട, അതായത് വിമാന അപകടം ഉണ്ടായതിനു ശേഷം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം ഇന്ന് സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര മുടങ്ങുന്നുണ്ട്. അങ്ങനെ നിരവധിയായ അപകട സാധ്യതകൾ, സാങ്കേതിക തകരാറുകൾ, അതിനൊപ്പം തന്നെയാണ് വിമാനങ്ങൾക്ക് വീണ്ടും ഭീഷണി സന്ദേശം വരുന്നത്. ആ രൂപത്തിൽ വലിയ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളിൽ വലിയ സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും 157 യാത്രക്കാരും കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനത്തിലുണ്ടായിരുന്ന 157 യാത്രക്കാരും സുരക്ഷിതരാണ്. അവർ അടുത്ത വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകുമെന്നാണ് ഇൻഡിഗോ അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.